അഭിലാഷ് മോഹനിലേക്ക് പോവുകയാണ് ഒരിക്കൽ കൂടി. അഭിലാഷ്, ഇന്നത്തെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായോ? ഇനി അറിയേണ്ടത് ഈ ഔദ്യോഗികമായ പ്രഖ്യാപനം അതെപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കണം? അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും ആര്യ. ഒന്ന്, പാനൽ അംഗീകരിച്ചിരിക്കുന്നു, പാനൽ സമ്മേളനം അംഗീകരിച്ചിരിക്കുന്നു. അതായത് പുതിയ കേന്ദ്ര കമ്മിറ്റിയെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. CPM സമ്മേളനവുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ബിസിനസ് അവസാനിച്ചിരിക്കുന്നു. ആ കമ്മിറ്റി അംഗീകരിച്ചിരിക്കുന്നു. ഇനി ആ കമ്മിറ്റിയുടെ പ്രഖ്യാപനമാണ് ഉണ്ടാവേണ്ടത്. കമ്മിറ്റിയുടെ പ്രഖ്യാപനം, തുടർന്ന് സ്വാഗത സംഘത്തിന്റെ നന്ദി പ്രസംഗം, സാർവദേശീയ ഗാനം, ഇങ്ങനെയാണ് സമ്മേളനത്തിന്റെ അജണ്ട. ഇനി സമ്മേളനം അതോടുകൂടി അവസാനിക്കുകയാണ്. ഒരു പുതിയ മുഖത്തോടുകൂടി CPM-ന്റെ 24ാമത് പാർട്ടി കോൺഗ്രസ് അവസാനിക്കുകയാണ്. നമുക്ക് 1-2 പേരുകളിൽ കൂടിയുള്ള വ്യക്തത മാത്രമേ ഇനി വരാനുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒഴിവായിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ പ്രകാശ് കാരാട്ട്, മണിക് സർക്കാർ, ജി രാമകൃഷ്ണൻ, ബൃന്ദ കാരാട്ട്, സുഭാഷിണി അലി, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴികെയുള്ള 75 വയസ്സ് കഴിഞ്ഞ എല്ലാ നേതാക്കളും പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് മാറിയിരുന്നു. ഇവർ CC-യിൽ, കേന്ദ്ര കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാക്കളായിരിക്കും എന്ന ഒരു കാര്യം കൂടി CPM തീരുമാനിച്ചിരിക്കുന്നു. അതായത് പ്രത്യേക ക്ഷണിതാക്കളായി ഒഴിഞ്ഞ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ CC-യിലെ പ്രത്യേക ക്ഷണിതാക്കളായി ഉണ്ടാകും. ഇതിൽ CPM-നെ സംബന്ധിച്ച് 92-ലെ ചെന്നൈ സമ്മേളനം പോലെ ഒരു പുതിയ നേതൃനിര, ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ഒരു പുതിയ നേതൃനിര ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ഒരു 1.5 പതിറ്റാണ്ടെങ്കിലുമായിട്ട് യെച്ചൂരി കാരാട്ട് ദ്വയം ആണ് പാർട്ടിയെ നയിച്ചിരുന്നത് എങ്കിൽ ഇനി ഡൽഹിയിൽ സെൻട്രൽ ഓഫീസിൽ, കേന്ദ്ര ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ബിജു കൃഷ്ണനും അരുൺകുമാറുമാണ് ഉണ്ടാവുക. അങ്ങനെ ഒരു ഫേസ് ലിഫ്റ്റ് CPM-നെ സംബന്ധിച്ചുണ്ടായിരിക്കുന്നു. അതേപോലെ തന്നെയാണ് വനിതാ നേതാക്കളായി സുഭാഷിണി അലിയും വൃന്ദ കാരാട്ടുമാണ് കഴിഞ്ഞ 1.5-2 പതിറ്റാണ്ടായി CPM-ന്റെ ദേശീയ തലത്തിലെ വനിതാ മുഖങ്ങളായി ഉണ്ടായിരുന്നത്. സുഭാഷിണി അലിയും ബൃന്ദ കാരാട്ടുമാണ് എങ്കിൽ ഇനി അത് യു വാസുകിയും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള മറിയം ധാവ്ലെയും ആയിരിക്കും. ഈ 2 പ്രധാനപ്പെട്ട, നമ്മൾ ഇതൊരു ഫേസ് ലിഫ്റ്റ് എന്നുള്ള നിലയിൽ കണ്ടു കഴിഞ്ഞാൽ പാർട്ടിക്ക് ഒരു പുതിയ മുഖം വരുന്നു എന്ന് നമുക്ക് കാണാവുന്നതാണ്. പുതിയ പോളിറ്റ് ബ്യൂറോ വരുന്നു, കൂടുതൽ യുവത്വമുള്ള പോളിറ്റ് ബ്യൂറോ ഉണ്ടാവുന്നു. ഒപ്പം ബംഗാളിൽ നിന്നും ഈ പ്രായപരിധിയുടെ കാര്യത്തിൽ ഇളവ്, അതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളൊക്കെ നടന്നിരുന്നു. ഇപ്പോൾ നമുക്ക് അറിയാൻ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് 3 പേർക്കാണ് ഈ പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നത്. അതിൽ 2 പേർ കേരളത്തിൽ നിന്നുള്ളവരാണ്, PK ശ്രീമതിയും പിണറായി വിജയനും, അത് കഴിഞ്ഞ് യൂസഫ് തരിഗാമിയും, അല്ലേ? അതെ. മുഹമ്മദ് യൂസഫ് തരിഗാമിക്ക് കേന്ദ്ര കമ്മിറ്റിയിൽ തുടരാൻ കഴിയുന്നത് അദ്ദേഹം ജമ്മു കാശ്മീരിൽ നിന്നുള്ള നിയമസഭാ അംഗമാണ് എന്നുള്ളതുകൊണ്ടാണ്. കുൽഗാമിനെ പ്രതിനിധീകരിക്കുന്ന നിയമസഭാ അംഗമാണ് തരിഗാമി ഒരേ ഒരു നിയമസഭാ അംഗമാണ് CPM-നെ സംബന്ധിച്ച്, ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച്. അപ്പോൾ ജമ്മു കാശ്മീരിൽ നിന്നുള്ള നിയമസഭാ അംഗം എന്ന നിലയിൽ കൂടിയാണ് മുഹമ്മദ് യൂസഫ് തരിഗാമി ഒരു പ്രത്യേക പരിഗണനയിൽ തുടരുന്നത്. പോളിറ്റ് ബ്യൂറോയിലാണ് പിണറായി വിജയൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിലാണ് പ്രത്യേക പരിഗണന പിണറായി വിജയന് കിട്ടുന്നത്. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ അഖിലേന്ത്യാ അധ്യക്ഷ എന്നുള്ള നിലയിലാണ് PK ശ്രീമതിക്ക് ഒരു ഇളവ് കിട്ടുന്നത്. 84 കമ്മിറ്റി അംഗങ്ങൾ, 85-ാമത്തെ, നേരത്തെ ആര്യ പറഞ്ഞതുപോലെ 85-ാമത്തെ സ്ഥാനം ഒഴിച്ചിട്ടിരിക്കുകയാണ്. ചില യുവ നേതാക്കളെ സംബന്ധിച്ച്, യുവ നേതാക്കൾക്ക് പുതുതായി കമ്മിറ്റിയിലേക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. മീനാക്ഷി മുഖർജിയുടെ പേര് ഞാൻ നേരത്തെ പറഞ്ഞു. KS സലീഖ, മുൻ ഒറ്റപ്പാലം MLA ആണ്. KS സലീഖ പാലക്കാട്ടെ CPM-ന്റെ ന്യൂനപക്ഷ മുഖം കൂടിയാണ്. KS സലീഖ വളരെ അപ്രതീക്ഷിതമായിട്ടാണ്, നേരത്തെ ഏറെ കേട്ടത് PK സൈനബയുടെ പേരായിരുന്നു. പാർട്ടിയിൽ സീനിയറായ മേഴ്സിക്കുട്ടിയമ്മ അടക്കം ഉണ്ട് എങ്കിലും KS സലീഖ കേന്ദ്ര കമ്മിറ്റിയിലെത്തിയത് വളരെ അപ്രതീക്ഷിതമായി എന്ന് പറയാം. കേരളത്തിന്റെ സാഹചര്യത്തിൽ TP രാമകൃഷ്ണന്റെയും പുത്തലത്ത് ദിനേശന്റെയും കേന്ദ്ര കമ്മിറ്റി പ്രവേശനം എല്ലാവരും പ്രതീക്ഷിച്ചതായിരുന്നു. അതേസമയം മുഹമ്മദ് റിയാസ് പ്രതീക്ഷിച്ചതുപോലെ ഉണ്ടായില്ല. മുഹമ്മദ് റിയാസ് കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടാകുമെന്ന് പലരും നേരത്തെയൊക്കെ വാർത്ത നൽകിയിരുന്നു, നമ്മളല്ല, പലരും വാർത്തയൊക്കെ നൽകിയിരുന്നു. പക്ഷേ അങ്ങനെയല്ല, മുഹമ്മദ് റിയാസ് കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടാകില്ല. മുഹമ്മദ് റിയാസ്, VN വാസവൻ, MB രാജേഷ് തുടങ്ങിയ മുഖങ്ങളെ മന്ത്രിസഭയിൽ നിന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇവർ കേന്ദ്ര കമ്മിറ്റിയിൽ ഇല്ല. പകരം KS സലീഖ, TP രാമകൃഷ്ണൻ, പുത്തലത്ത് ദിനേശൻ എന്നിവർ പുതുതായി കേരളത്തിൽ നിന്ന് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തുന്നു. ശരി കണ്ണൻ, ഇനി അറിയേണ്ടത്, നേരത്തെ കണ്ണൻ തന്നെ പറഞ്ഞു, ശൈലജ ടീച്ചറുടെ കാര്യത്തിൽ ഒരു പ്രതീക്ഷയുണ്ട് ഇപ്പോഴും നമുക്കെന്ന്. PB-യിലേക്ക് കേരളത്തിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയേണ്ടതുണ്ട്. PB ലിസ്റ്റ് ഫൈനലായോ? അത് അറിയാൻ കഴിയുന്നുണ്ടോ? പോളിറ്റ് ബ്യൂറോ സംബന്ധിച്ചൊരു അന്തിമ പട്ടിക നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇപ്പോൾ ഈ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പ്രത്യേക ക്ഷണിതാക്കളായിട്ടുള്ള ആൾക്കാരുടെ പട്ടിക: മണിക് സർക്കാർ 1ാമത്, പ്രകാശ് കാരാട്ട് 2ാമത്, ബൃന്ദ കാരാട്ട് 3ാമത്, സുഭാഷിണി അലി 4ാമത്. അതിൽ സൂര്യകാന്ത് മിശ്രയുടെ പേരില്ല. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ജി രാമകൃഷ്ണന്റെ പേരില്ല. അങ്ങനെയുള്ള ആൾക്കാരെ എവിടെ, ഏത് ഘടകത്തിലാണ് ഉൾപ്പെടുത്തുക എന്നത് സംബന്ധിച്ചൊരു വ്യക്തത വരേണ്ടതുണ്ട്. ഒപ്പം തന്നെ ബിപിൻ ബസുവും രാമേന്ദ്രൻ പിള്ളയൊക്കെ തന്നെ കഴിഞ്ഞ തവണയും സ്പെഷ്യൽ ഇൻവൈറ്റ്സ്, അതായത് പ്രത്യേക ക്ഷണിതാക്കളായി ഈ പട്ടികയിൽ
ഈ കേന്ദ്ര CC-യിൽ ഉള്ളതാണ്, കേന്ദ്ര കമ്മിറ്റിയിൽ ഉള്ളതാണ്. പോളിറ്റ് ബ്യൂറോയിലേക്ക് ഒരു വനിതാ മലയാളിയായിട്ടുള്ള കെ ശൈലജ എത്തുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടിയിരിക്കുന്നത്. ഇതിൽ പറയാൻ കാര്യം ശ്രീതി ഭട്ടാചാര്യയുടെ പേര് ആ ലിസ്റ്റിലില്ല എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ആ കാര്യം കൂടി പരിശോധിച്ചെങ്കിൽ മാത്രമേ, അന്തിമമായി ലഭിച്ചെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകൂ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുള്ളൂ. എന്തിനായാലും ഇത് പാർട്ടിയുടെ പുതിയ മുഖം എന്ന് തന്നെ പറയാം. കാര്യം പോളിറ്റ് ബ്യൂറോയിൽ പുതിയ യുവതലമുറ വരുന്നു, വിജയ് കൃഷ്ണനും അരുൺകുമാറും അടക്കമുള്ള പുതുതലമുറ വരുന്നു. അതിന് സമാനമായി തന്നെ കേന്ദ്ര കമ്മിറ്റിയിലെയും പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു കമ്മിറ്റിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മീനാക്ഷി മുഖർജി അടക്കമുള്ള യുവ നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് അടിമുടി മാറുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇപ്പോൾ കേരളത്തിൽ മാത്രമാണ് പാർട്ടിക്ക് ഭരണമുള്ളത്. മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പാർട്ടിയുടെ ഭരണം വ്യാപിപ്പിക്കാൻ, ഒപ്പം തന്നെ പഴയ നേതാക്കളുടെ അനുഭവ പാരമ്പര്യം അവരെ ഒഴിവാക്കാതെ ആ പുതിയ നേതൃത്വത്തിന് അവർ മാർഗദർശികളായി മുന്നോട്ട് വരിക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു കമ്മിറ്റിയാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. ആ കമ്മിറ്റിയുടെ ലിസ്റ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ മാത്രമായിരിക്കും നമുക്ക് അകത്തേക്ക് പോകുവാൻ സാധിക്കുക, ഈ യോഗം നടന്ന ഹാളിനുള്ളിലേക്ക് പോകുവാൻ സാധിക്കുക. എന്തുതന്നെയായാലും പഴമയിലുള്ള ആൾക്കാരെ ഒഴിവാക്കുന്നതിന് പകരം അവരുടെ അനുഭവ പാരമ്പര്യം പുതിയ നേതൃത്വത്തിന് അത് ഗുണമാക്കുന്ന രീതിയിലുള്ള ഒരു കമ്മിറ്റിയെ തയ്യാറാക്കിയിരിക്കുന്നു. വിജയ് കൃഷ്ണൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിജയ് കൃഷ്ണൻ, അരുൺകുമാർ അടക്കമുള്ള ആൾക്കാർ വരുന്നു. MA ബേബി, കേരളത്തിൻ്റെ മുഖമായിട്ടുള്ള, ദേശീയ മുഖമായിട്ടുള്ള MA ബേബി, നേരത്തെ SFIയുടെ ദേശീയ പ്രസിഡന്റും DYFIയുടെ ദേശീയ പ്രസിഡന്റും ഏറ്റവും പ്രായം കുറഞ്ഞ രാജ്യസഭാ അംഗവും ഒക്കെ തന്നെയായി പ്രവർത്തിച്ച് ദേശീയ രാഷ്ട്രീയത്തിൽ ഒട്ടേറെ സൗഹൃദങ്ങളുള്ള ഒരു വ്യക്തി MA ബേബി, കൊല്ലം പ്രാക്കുളത്ത് നിന്നുള്ള MA ബേബി പാർട്ടി സെക്രട്ടറി ആയിട്ട് വരുന്നു. അങ്ങനെ ഒരു പുതിയ ടീമിനെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ പോളിറ്റ് ബ്യൂറോയുടെ ഭാഗത്ത് നിന്ന്. ഈ 24 മധുരയിൽ അവസാനിക്കാൻ പോകുന്ന 24 പാർട്ടി കോൺഗ്രസിലെ പ്രതിനിധികൾ കൂടെ ചേർന്നെടുത്തിരിക്കുന്നത്. ഇതൊരു തലമുറ മാറ്റം തന്നെയാണ്. കേന്ദ്ര കമ്മിറ്റിയിലും അതുപോലെ തന്നെ പോളിറ്റ് ബ്യൂറോയിലും ഒരു തലമുറ മാറ്റം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ഈ പുതിയ അഡീഷൻ, പുതിയ പേരുകൾ നോക്കുകയാണെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയിൽ ഏറ്റവും ശ്രദ്ധേയമായ പേര് മീനാക്ഷി മുഖർജിയുടേതാണ്. ഒരു സംശയവുമില്ല. പാർട്ടി തിരിച്ചുവരവിന് ശ്രമം നടക്കുമ്പോൾ അതിന്റെ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന യുവ നേതാവാണ്. DYFIയുടെ ബംഗാൾ സംസ്ഥാന സെക്രട്ടറിയാണ് മീനാക്ഷി മുഖർജി. മീനാക്ഷി മുഖർജി കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തുകയാണ്. അപ്പോൾ യുവതലമുറയ്ക്ക് എത്രത്തോളം പ്രാധാന്യം പാർട്ടി കൊടുക്കുന്നുണ്ടെന്നതുകൂടി ആ പേര് നമ്മളോട് പറയുന്നു. തീർച്ചയായിട്ടും യുവതലമുറയ്ക്കുള്ള പ്രാതിനിധ്യം നമുക്ക് പല തലങ്ങളിൽ കാണാം. പ്രത്യേകിച്ച് 75 വയസ്സ് എന്ന പ്രായപരിധി വളരെ കർശനമായി കേന്ദ്ര കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോയിലും നടപ്പാക്കിയിരിക്കുന്നു. 75 വയസ്സിൽ താഴെയുള്ളവരാണ് CPM-ന്റെ പുതിയ നേതാക്കൾ എന്ന് മാത്രമല്ല പോളിറ്റ് ബ്യൂറോയിൽ തന്നെ യുവ നേതാക്കളാണ്, താരതമ്യേന യുവാക്കളായ നേതാക്കളാണ് എത്തിയിട്ടുള്ളത് എന്നുള്ളത് കാണാം. മീനാക്ഷി മുഖർജി നേരത്തെ തന്നെ വളരെ ഫയർ ബ്രാൻഡ് ആയിട്ടുള്ള നേതാവാണ്. അപ്പോൾ മീനാക്ഷി മുഖർജിയെ പോലെയുള്ള നേതാക്കൾ ഈ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തുന്നത് സ്വാഭാവികമായും നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ യുവത്വം പാർട്ടിക്ക് നൽകുന്നതിന് വഴിതെളിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നമ്മൾ അത്രയും പ്രതീക്ഷ, അത്രയും യുവ പ്രാതിനിധ്യം, അതായത് നമ്മൾ പലരും PK ബിജു, MP രാജേഷ് അടക്കമുള്ള പേരുകൾ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അവരെക്കാൾ സീനിയറായ അല്ലെങ്കിൽ അവരെക്കാൾ മുമ്പ് ഇവിടെ ഈ വർഗ ബഹുജന സംഘടനകളെ നയിച്ചിട്ടുള്ള നേതാക്കൾ, പ്രത്യേകിച്ച് പുത്തലത്ത് ദിനേശൻ SFIയെ നയിച്ച നേതാവാണ്. പുത്തലത്ത് ദിനേശൻ അതിനുശേഷം മറ്റ് സംഘടനാപരമായ ചുമതലകളിലേക്ക് നീങ്ങുകയായിരുന്നു. പുത്തലത്ത് ദിനേശൻ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തുന്നു എന്നുള്ളതൊരു സവിശേഷതയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു തലമുറ മാറ്റത്തിന്റെ കാര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയണം. TP രാമകൃഷ്ണന്റെ എൻട്രി എല്ലാവരും പ്രതീക്ഷിച്ചതാണ്. അപ്പോൾ പോളിറ്റ് ബ്യൂറോയ്ക്ക് തന്നെ ഒരു പുതിയ മുഖമോ ഒരു യുവ മുഖമോ ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെയാണ് ഈ കേന്ദ്ര കമ്മിറ്റിയുടെ കാര്യത്തിലും. കേന്ദ്ര കമ്മിറ്റിയിൽ ഒരു പിടി പുതിയ നേതാക്കൾ, 30 പുതുമുഖങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 54 പഴയ നിലവിലുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെ കൂടാതെ 30 പേർ പുതിയ ആളുകളാണ്. ഒരു സീറ്റ് വേക്കൻ്റ് ആണ്. അങ്ങനെ 30 പുതുമുഖങ്ങൾ ഇത്തവണ കേന്ദ്ര കമ്മിറ്റിയിലുണ്ട്. അങ്ങനെ ഒരു പുതിയ കേന്ദ്ര കമ്മിറ്റി, ഏറ്റവും കലുഷിതമായ CPM-ന്റെ നമ്പർ 4 എത്തിയ, ലോക്സഭയിലെ നമ്പർ 4 എത്തിയ, ഇതുവരെയുള്ള CPIM 1964 രൂപീകരിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ പാർലമെന്ററി രാഷ്ട്രീയ തകർച്ചയെ അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിലാണ് പുതിയ ഒരു കേന്ദ്ര കമ്മിറ്റി, യുവത്വം തുളുമ്പുന്ന ഒരു കേന്ദ്ര കമ്മിറ്റി പാർട്ടിയെ നയിക്കാനെത്തുന്നത്. വലിയ വെല്ലുവിളി അവരെ സംബന്ധിച്ച് ഏറ്റെടുക്കാൻ ഉണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ബിമൻ ബോസിനെ പോലെയുള്ള നേതാക്കൾ ബംഗാളിൽ നിന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് മാറുമ്പോൾ, പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് മാറുമ്പോൾ മീനാക്ഷി മുഖർജിയെ പോലെയുള്ള പുതിയ മുഖങ്ങൾ വരുന്നു. അത് പാർട്ടിയെ വീണ്ടും തിരികെ എത്തിക്കുക അധികാര കേന്ദ്രങ്ങളിലേക്ക് എന്നുള്ള ഒരു ലക്ഷ്യം കൂടി നിശ്ചയമായും മുന്നിൽ വെച്ചാകും.